ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. യോഹന്നാൻ ഇല്ലേ എലിസമ്മേ? അകത്തുണ്ടച്ചോ. ആ വരണോ അച്ചോ? വരണം. ആ വന്നടച്ചാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കച്ചോ. ആ ഇരിക്കെ. യോഹന്നാൻ അപ്പോ മകളുടെ മനസ്സമ്മതം അങ്ങ് നടത്താൻ തീരുമാനിച്ചു അല്ലേ? നന്നായി. അതെ അച്ചോ. എന്റെ കസിൻ സൂസന്റെ മകൻ ദേ ഈ ഡേവിസ് ആണ് എന്റെ മകള് വിവാഹം കഴിക്കാൻ പോകുന്നത്. ഡേവിസേ, ഡേവിസേ, ദൈവം രൂപകൽപ്പന ചെയ്ത ഒരു പവിത്രമായ ഉടമ്പടിയാണ് വിവാഹം. വിവാഹം മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, മറിച്ച് ദൈവത്തിന്റെ ദിവ്യ രൂപകൽപ്പനയാണ്. ഡേവിസിന് മാത്രം കേൾക്കാനല്ല ഞാൻ ഈ പറയുന്നത്, ഡെയ്സിയും കൂടി കേൾക്കണം. കാരണം ഈ കരാർ നടപ്പിലാക്കുന്നത് നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടിയാണ്. ഇതിന്റെ ഫലം അനുഭവിക്കുന്നതും നിങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും. അത് ദൈവകൃപയാൽ സന്തോഷം നിറഞ്ഞതാകാൻ പ്രാർത്ഥിക്കുക. കർത്താവ് കൂടെ ഉണ്ടാവും. ഫാദർ, എന്റെ ഒരു സംശയ. ചോദിക്കുന്നത് അവിവേകാണെങ്കിൽ ഫാദർ പൊറുക്കണം. മോള് ചോദിക്ക്. ദൈവം രൂപകൽപ്പന ചെയ്ത ഒരു പവിത്രമായ ഉടമ്പടിയാണ് വിവാഹം എന്ന് ഫാദർ പറഞ്ഞല്ലോ. ഇഷ്ടമില്ലാത്ത മനസ്സുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണമെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഫാദർ? ഇല്ലെന്നാ എന്റെ അറിവ്. അപ്പൊ പിന്നെ ഇങ്ങനൊരു ഉറപ്പിക്കൽ ചടങ്ങിന്റെ ആവശ്യമുണ്ടോ ഫാദർ? വിലക്കപ്പെട്ട കനിയായിട്ട് തന്നെ ഇരിക്കുന്നതല്ലേ ഫാദർ നല്ലത്? അതറിഞ്ഞുകൊണ്ട് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് കൊടിയ പാപമല്ലേ ഫാദർ? എന്താ യോഹന്നാനെ മോൾ ഈ പറഞ്ഞിട്ട് പോയത്? അച്ഛൻ തീയതി നിശ്ചയിച്ചു. അവളെ മണവാട്ടിയാക്കി കൊണ്ടു നിർത്തുന്ന കാര്യം ഞങ്ങളേറ്റു.